ഹലോ ഗസ് നമ്മൾ ഇന്നത്തെ പരിപാടി നെയ്ച്ചോറ് വെക്കാനാട്ടോ. നമ്മൾ കുറേ ദിവസമായാലും നമ്മൾ സദ്യ കഴിച്ചിട്ട് ഇപ്പോൾ നമുക്ക് വയറിനൊക്കെ സദ്യ കഴിച്ചാലും വയറിന് ഓരോ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. നമ്മൾ ചിക്കനൊക്കെ കഴിച്ചാലും വയറിന് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും സദ്യ കഴിച്ചാലും പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പോൾ നമുക്ക് നോൺ വെജ് ആണ്. നമ്മൾ എന്നും ഇങ്ങനെ തന്നെയാണ്, എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെയാണ് പതിവ്. തിരുവോണം കഴിഞ്ഞ അവിട്ടത്തിൻ്റെ നമ്മൾ നോൺ വെജ് ആണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കിയതിന് വേറെ ടേസ്റ്റ് ആണല്ലോ. നമ്മളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഏട്ടന്മാരൊക്കെ വിരുന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ അടപ്പായസം ഉണ്ട് ഇവിടെ. അടപ്പായസം ഞങ്ങൾ എന്നും പിറ്റേന്ന് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ അട കുറച്ച് ബാക്കി ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇഞ്ചിത്തൈര് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇഞ്ചിത്തൈര്, സാമ്പാർ, അങ്ങനെ എല്ലാ കറികളും ഇവിടെ ഉണ്ട്. രസമുണ്ട്. അപ്പം അങ്ങനെ രാവിലെ നമുക്ക് റവയായിരുന്നു കേട്ടോ കടി. അപ്പോൾ റവേൻ്റെ ബാക്കിയുണ്ട്. അങ്ങനെ ഇന്ന് ഫുഡ് കൊണ്ട് ഇവിടെ അടുക്കള നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നാൽ എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമുക്കിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ. ഞാൻ അമ്മയോട് ഒരുപാട് തവണ പറഞ്ഞിട്ടോ, എന്ത് നെയ്ച്ചോറ് വേണ്ട, ഒരുപാട് ദിവസമായാലും സദ്യ കഴിച്ചിട്ട് നമുക്ക് വയറിന് നമുക്കൊന്നും വേണം തോന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം, വേണ്ട കുട്ടികൾക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്തായാലും ഓണത്തിന് പിറ്റേന്ന് ഇങ്ങനെ ഉണ്ടാക്കലൊരു ശീലമായതുകൊണ്ടാവാം അമ്മ അങ്ങനെ ഉണ്ടാക്കാൻ നിർബന്ധം പിടിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതാ അമ്മ കോഴി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ചു എന്താ നമ്മൾ ഉണ്ടാക്കണേ? വണ്ടിപ്പരിപ്പോ? അപ്പോൾ കുഞ്ചുവിന് ഇത്തിരി മുന്തിരി കൊടുത്തേക്കട്ടോ. അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോൾ നീറ്റിട്ട് കേട്ടോ. ഓണത്തിൻ്റെ ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനുള്ള വെള്ളം റെഡിയാക്കിയിട്ട് അപ്പോൾ നമ്മളിത് അരി കഴുകാൻ പോകട്ടോ. നെയ്ച്ചോറിനുള്ള നമ്മൾ വെള്ളം മരുന്നൊക്കെ ഇട്ട് ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ട് നമ്മൾ അടുപ്പിൽ തടച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് അരി ഇട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതാ കടായി വെക്കാനുള്ള ഉള്ളി തക്കാളിയൊക്കെ അമ്മ വാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കോഴി പൊരിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. കുഞ്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ അവൾ അതിങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് ഇനി വേണം പറഞ്ഞിട്ട് ഇങ്ങനെ കറിയാണ്. അപ്പോൾ നമ്മൾ നെയ്യ് വാട്ടിയെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിണ്ട്. അത് കണ്ടിട്ട് അവൾ ഓരോന്ന് സ്റ്റൂളൊക്കെ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചേക്കാണ്. നെയ്ച്ചോറ് വെക്കുന്ന പണിയൊന്നും നമുക്ക് അത്ര വലിയ പണിയല്ലല്ലോ. ഇപ്പോൾ കുക്കറിലാണ് വെക്കുക. നമ്മൾ പണ്ടൊക്കെ അടുപ്പത്ത് ചെമ്പക്കിലൊക്കെ ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണല്ലോ നമ്മൾ വെക്കുക. ഇപ്പോൾ നമ്മൾ വലിയ കുക്കർ, ഓരോ വീട്ടിലും വലിയ വലിയ കുക്കറൊക്കെ ഉണ്ടാവും. അതിലിങ്ങനെ ഇട്ടിട്ട് വേഗം നമ്മൾ കൂക്കിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് അമ്മ അരവൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, അങ്ങനെ കുരുമുളക്, അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല, അതൊക്കെ ചേർത്തിട്ടുള്ള അരവാണ് നമ്മൾ ഇതിക്കിട്ട് വാട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഇതിക്കിട്ടിട്ട് ഇളക്കാണ് പതിവ്. അപ്പോൾ നമ്മൾ നാളികേരം ചേർക്കാൻ പോട്ടോ. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു ചമ്മന്തി നമുക്ക് പതിവാണ്. അപ്പോൾ ഞങ്ങൾ നാളികേരം ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുക. സുർക്കയൊക്കെ വെച്ചിട്ടോ. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുക, തൈരിൽ ഉള്ളിട്ടിട്ട് സാലഡ് ഉണ്ടാക്കും. അങ്ങനെ നെയ്ച്ചോറ്റിക്കുള്ള സൈഡ് ഡിഷ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അടുപ്പത്താണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആവും കേട്ടോ. ഒരു രക്ഷയില്ല, കണ്ടാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ക്രേസാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഏട്ടമ്മേൻ്റെ ഫുഡ്, ഏട്ടമ്മേൻ്റെ സദ്യ, അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല സ്വാദാണ്. എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണല്ലോ. ഇപ്പോഴും അമ്മേൻ്റെ സദ്യയെക്കുറിച്ചും ഫുഡിങ്ങിനെ കുറിച്ചും പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ കേട്ടോ, കുട്ടികളും ഏട്ടമ്മമാരും ഒക്കെ വിരുന്ന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു രസമല്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള അമ്മയ്ക്ക് ഒരേ നിർബന്ധമായി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല, പക്ഷെ അമ്മേൻ്റെ ഒരു ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ ഓക്കെ പറഞ്ഞതാണ്. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണല്ലേ. ഏത് സാധനമാണ് എന്ത് രസമില്ലാത്തതാണെങ്കിൽ ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. ഇവിടെ സോസ് കഴിക്കട്ടെ ഇവർ കുട്ടികളൊക്കെ. അപ്പോൾ അത് അന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചോ? ആ ശരി. അപ്പോൾ അഗു ഇതാ ഇവിടെ കഴിക്കണം കേട്ടോ. അഗു എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാ. എന്താ കഴിക്കണേ? സോസ്. ഇപ്പോഴുള്ള മക്കൾസിനൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും മക്കൾക്ക് ഇഷ്ടം അതാണല്ലേ. ഇപ്പൊ ഷുഗർ ഉണ്ടാവുകയല്ലേ, നമുക്ക് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടാവില്ലേ, അതേപോലെയാണ് മക്കൾസിന് കേട്ടോ. അപ്പൊ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മ ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട്. അമ്മ അങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ വന്നാലും അല്ലെങ്കിലും ഇവിടെ അമ്മയാണ് ഭക്ഷണമൊക്കെ വിളമ്പുക. അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കൂലേ അമ്മേനെ കൊണ്ട് ജോലി ചെയ്യിക്കാന്ന് കേട്ടോ. അതൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു സ്നേഹമാണ്, ഇങ്ങനെ ഒരു അമ്മ വിളമ്പി തരുമ്പോൾ വേറൊരു സ്നേഹമാണ്. അമ്മ വിളമ്പി തരുന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണല്ലേ. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. എങ്ങോട്ടെങ്കിലും പോയി നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെതൊക്കെ ആയ രീതികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലൊക്കെ പോയി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ പോയി എടുത്ത് പിന്നെ നമ്മൾ ക്വാളിറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നോന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ.
അന്നു ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പോവാറ്. അവിടെ ചെന്നാൽ എന്താ വെച്ചാൽ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസും ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൾ പോവാറ്. പിന്നെ കുറച്ച് ബുക്കും കാര്യങ്ങളും പേന കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് തിരികെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്